ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു കെ പോപ്പ് ഡാൻസ് ട്യൂട്ടോറിയൽ നോക്കിയാലോ? ഓക്കെ, ഏതാന്ന് വെച്ചാൽ നമ്മുടെ കാറ്റ് സൈഡ് പിങ്കി അപ്പ് നോക്കിയാലോ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് ചുരുട്ടിയിട്ട് നമ്മുടെ ഫേസിൻ്റെ അടുത്ത് പിടിക്കുക. ദെൻ തല ജസ്റ്റ് ഒന്ന് ചെരിച്ചും പിടിക്കുക. എന്നിട്ട് ഓരോ വിരലായിട്ട് 1 2 3 1 2 3 എന്ന് പറയുമ്പോൾ ഓരോ വിരലായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്നിട്ട് 4 നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് താഴേന്ന് മേലേക്കൊന്ന് വീശുമ്പോൾ തന്നെ ബാക്കി എല്ലാ വിരലും ക്ലോസ് ചെയ്യുക. ഈ നമ്മുടെ പിങ്കി മാത്രം ഓപ്പൺ ചെയ്ത് പിടിക്കുക. ഓക്കെ, നോക്കാം. 1 2 3 4. ഓക്കെ, നോക്കാം. 1 2 3 4. 4 നമ്മൾ തല നേരെ പിടിക്കും വേണം. നോക്കാം. 3 2 1 go. 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് നമ്മുടെ റൈറ്റ് ലെഗ് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യുക. ദെൻ 2 കൈയും ഓപ്പൺ ചെയ്ത് പിടിക്കുക ഇങ്ങനെ. എന്നിട്ട് ഇവിടുന്ന് നേരെ ബാക്കി എല്ലാ വിരലും മടക്കി പിങ്കി 2 പിങ്കി മാത്രം പിടിക്കുക. താഴ്ത്തുക. ഓക്കെ, ഇങ്ങനെ പിടിച്ച് താഴ്ത്തുക. ദെൻ തലയിലേക്ക് കൊണ്ട് വയ്ക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ഇങ്ങനെ നിൽക്കുക. പിങ്കി അപ്പ്. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് ഫസ്റ്റ് പൊക്കുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് പൊക്കുക. പിന്നെ റൈറ്റ് ലെഫ്റ്റ്. ഒപ്പം തന്നെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നോക്കാം. 3 2 1 go. പിങ്കി അപ്പ് 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 അപ്പ്. പിങ്കി അപ്പ് 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 അപ്പ്. നമുക്ക് ഈ 2 സ്റ്റെപ്പും ഒന്നുകൂടെ നോക്കി നോക്കാം. 3 2 1 go. 1 2 3 4. Pinky up. Okay, pinky up. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് വീശുക. ദെൻ റൈറ്റ് സൈഡിലേക്ക് വീശുക. ഒപ്പം തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റിലോട്ട് എടുത്തേക്കുക. ഓക്കെ, 1 2. ദെൻ ബാക്കിലേക്ക് തിരിയണം. ഓക്കെ, 1 2. ദെൻ തിരിയുക. ദെൻ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും പിങ്കി ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് 1 2 1 2. ഓക്കെ, 1 2. അപ്പം നമ്മുടെ ലെഫ്റ്റ് ലെഗ് 2 പ്രാവശ്യം വന്ന് കുത്തുക. ഓക്കെ, 1 2. ദെൻ ഹിപ്പിലൊന്ന് ഈ സൈഡ് അടിക്കുക. ഓക്കെ, 1 2 3 4. ദെൻ ഇപ്പുറ സൈഡിൽ സെയിം സ്റ്റെപ്പ് 5 6 7 8. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. 1 2 3 4 5 6 7 8. 1 2 3 4. ദെൻ 5 6. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ ജസ്റ്റ് നമ്മൾ ഈ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് തിരിഞ്ഞു വരുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ ഇരിക്കുക. ഓക്കെ, ഇരിക്കുക മീൻസ് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് പിങ്കി ആയിട്ട് തന്നെ പിടിക്കുക. റൈറ്റ് ഹാൻഡ് പിങ്കി തന്നെ. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതേ കണ്ടോ. അതിൻ്റെ മാക്സിമം സ്പീഡിലാക്കണമെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ജസ്റ്റ് 2. ഓക്കെ, 1 2 1 2. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ 1 2 3 4. ഓക്കെ, നോക്കാം. ആ സ്റ്റെപ്പ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ 1 പിടിക്കുക ചൂണ്ടുവരലുണ്ട്. അത് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് തിരിച്ചാണ് പിടിക്കണേ. ദെൻ 2 വരുമ്പോൾ ഫ്രണ്ടിലേക്ക് പിടിക്കുക. ദെൻ 3 വരുമ്പോൾ ഫ്രണ്ടിലേക്ക് തന്നെ നമ്മൾ ഇങ്ങനെ പിടിക്കണം. 3. ഓക്കെ, 1 2 3. ഒന്നുകൂടെ 1. അപ്പം തന്നെ ഹിപ്പ് 1 2 3 1 2 3. 2 സൈഡിലേക്കും ഹിപ്പ് ഒന്ന് അനക്കി കൊടുക്കുക. നോക്കാം. 1 2 3. ദെൻ ഗോ പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ലെഗ് പൊക്ക. ഒപ്പം തന്നെ നമ്മുടെ 2 പിങ്കിയും പൊക്ക. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോണ സ്റ്റെപ്പ് പറയും നോക്കാം. 3 2 1 go. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7
8. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുമ്പോൾ സെയിം പിങ്കി തന്നെ പിടിക്കണേ. നമ്മുടെ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിക്കും, ലെഫ്റ്റ് ഹാൻഡ് താഴേന്ന്. ഓക്കെ, 1 then 2 വരുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലേക്ക് താഴേന്ന് വരും, ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെയും വരും. ഓക്കെ ഓക്കെ, 1 2 ഇങ്ങനെ പോവാ, ഇങ്ങനെ വെക്കുക, ഞാൻ തിരിച്ചിവിടെ വയ്ക്കുക, ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ വെക്കുക. നമുക്ക് ഒന്നുകൂടെ പറയാം. 1 2 3 4. ഓക്കെ, 1 2 3 4, 1 2 3 4. നമ്മൾ സ്പീഡിൽ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയാവും. ഓക്കെ, 1 2 3 4. ഇതിനകത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ സ്റ്റെപ്പുകളാണ്, പക്ഷെ അത് ഭയങ്കര സ്പീഡിൽ കളിക്കണം. സ്പീഡിൽ കളിക്കുമ്പോൾ നമുക്കൊന്നും പെട്ടെന്ന് കിട്ടൂല. കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് ബെറ്ററാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ 1 2 3 4, 1 2 3 4. ഓക്കെ, 1 2 3 4. ദെൻ നേരെ ഹാൻഡ്സ് പൊക്കുക. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, നമ്മുടെ ലെഗ് മൂവ്മെന്റ് വരുന്നത് ജസ്റ്റ് ഓരോ കാലായിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ച് 2 പ്രാവശ്യമായിട്ട് കയറി വരാം. ഓക്കെ, ഫസ്റ്റ് 1 2 3 4 5 6 7 8 1 2. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ ഇവിടെ നേരെ ഒരു കൈ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ ഫ്രണ്ടിലേക്ക് പൊക്കുകയാണ്. ഓക്കെ, ഫ്രണ്ടിലേക്ക് പൊക്കുന്നതിനൊപ്പം കാല് ഇവിടെ നിന്ന് ഹെവി ആയിട്ട് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുക. ഓക്കെ, 1 2. ദെൻ ഇപ്പറ ലെഗും അതേപോലെ തന്നെ ഇച്ചിരി ഹെവി ആയിട്ട് എടുത്തേക്കാം. ജസ്റ്റ് അങ്ങനെ എടുത്തേക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കുലുങ്ങുക. ഓക്കെ, ഇപ്പറ കാലം എടുത്തിട്ട് ജസ്റ്റ് കുലുങ്ങുക. ഓക്കെ, 1 2 3 4. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് താഴേന്ന് മേലേക്ക് കൊണ്ടുവരാം. ഒപ്പം ലെഫ്റ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ചാൽ അതുകൊണ്ട് തിരിച്ച് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, ദെൻ ബാക്ക് ഒന്ന് കൊടുക്കുക. ഓക്കെ, 1 2 3 4. ഓക്കെ, ഹിപ്പ് മൂവ്മെന്റ് വരുന്ന 1 2 3 4. ചെസ്റ്റും ഫ്രണ്ടിലേക്ക് പോകും. ഓക്കെ, കൈ താഴേന്ന്, ഈ കൈ മേലേന്ന്. 1 2 3 4. നമുക്ക് ആ 1 2 3 ആ പോർഷൻ ആണെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, 1 2 3 4. ഒരാശം കൂടെ നോക്കാം. 1 2 3. ഇത് കഴിഞ്ഞ് വരുന്ന പോർഷനാണ് നമ്മുടെ 2 പിങ്കിയും പുറത്തേക്ക് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. അപ്പം തന്നെ നമ്മൾ ഇങ്ങനെയാണല്ലോ നിൽക്കണേ. നമ്മൾ നേരെ കാല് ഒരുമിച്ച് കൊണ്ടുവരും. ഓക്കെ, ഇവിടുത്തെ പോർഷനിൽ നിന്ന് നേരെ കാല് ഒരുമിച്ച് കൊണ്ടുവരും. ദെൻ 2 പിങ്കിയും നീട്ടിപ്പിടിക്കുക. ദെൻ തലയിൽ വയ്ക്കും. ഓക്കെ, സോറി. ദെൻ ഇവിടെ 2 ജമ്പ് ചെയ്യലാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ കാല് നല്ലോണം പൊക്കി ജമ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ കാല് ഇത്രയും മടങ്ങി പോണം. ജസ്റ്റ് ഇങ്ങനെ ചാടിയിട്ട് കാര്യമില്ല, ഇങ്ങനെ ചാടണം. അത്ര ഹെവി ആയിട്ടാണ് അതിനകത്ത് ചാടണം. നോക്കാം, ഇവിടെ നേരെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. സോറി, കാലപ്പം നമ്മുടെ അകന്നായി നിന്ന് ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ 3 ഗോ. ദെൻ 1 2. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ലാസ്റ്റ് നിന്നത് ഇവിടെ ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നിന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നേരെ നമ്മുടെ 2 കൈയും ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇവിടെ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം, താഴ്ത്താം. ദെൻ സൈഡിലേക്ക് കൊണ്ടുവരാം, പൊക്കാം. അത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം, താഴ്ത്താം, സൈഡിലേക്ക് കൊണ്ടുവരാം, പൊക്കാം. ഓക്കെ, അത് ഇത്തിരി സ്പീഡിലാണ് ചെയ്യുന്നത് കേട്ടോ. 1 2 3 4. ഒന്നുകൂടെ 1 2 3 4. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കാണ്. നമ്മളിവിടുന്ന് ഉള്ളിൽ നിന്ന് ക്ലാപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, പൊക്കി റൗണ്ട് ചെയ്ത് താഴേക്ക് കൊണ്ടുവരാം. അപ്പോൾ തന്നെ കാല് നമ്മുടെ ഉള്ളിലോട്ട് പോകും ക്ലാപ്പ് ചെയ്യും. ഓക്കെ, നോക്കാം. 1 2 1 2.
അത് ഉള്ളിലേക്ക് പോകും. ദെൻ തിരിച്ചുകൊണ്ട് വരും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് വരുന്നത് പിങ്കി തന്നെ പിടിക്കുക. ഹിപ്പ് മൂവ്മെന്റ് റൈറ്റ് സൈഡിലേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന്. സൈഡ് മൂവ്മെന്റ് വരുമ്പോൾ 2 പ്രാവശ്യം ഒന്ന് 1 2 3 4 നമ്മുടെ ബാക്കിലോട്ട് കറക്കണം കേട്ടോ. 1 2 3 4 അത് ചെറിയ ചെറിയ സർക്കിൾ ആയിരിക്കും കേട്ടോ. 1 2 3 4. ഓക്കെ, 1 2 3 4. ദെൻ തലയുടെ മേലെ 1 2 3 4. അതായത് സൈഡ് വ്യൂ ആണെങ്കിൽ 1 2 3 4. 2 കൈയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തലയുടെ ഫ്രണ്ടിലേക്ക് സൈഡിൽ കൂടെ കൊണ്ടുവന്നുള്ളൂ. ഓക്കെ, 1 2 3 4. ദെൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് പിങ്കി പൊക്കി പിടിക്കുക. പൊക്കി പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 4 പ്രാവശ്യം ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അത്ര സ്റ്റെപ്സ് ഒന്ന് കളിച്ചു നോക്കാം. 3 2 1 go. 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ കൈ പൊക്ക താഴേക്ക് വെക്കുക. ഓക്കെ, 2 കൈയും പൊക്ക താഴേക്ക് വെക്കുക. ഒപ്പം തന്നെ കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, പൊക്ക താഴെ വെക്കുക. ദെൻ കൈ ഫസ്റ്റ് സ്റ്റെപ്പില് കൈ തന്നെ കേട്ടോ, ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. 3 2 1 go. ഓക്കെ, 3 2 1 go. ഫസ്റ്റ് കാണിച്ച അതേ സെയിം സ്റ്റെപ്പ് തന്നെ. 3 2 1 go. ദെൻ നമ്മുടെ ഒന്ന് ജസ്റ്റ് വായിൽ വെക്കുക വരല്. ഓക്കെ, പിങ്കി വായിൽ വെക്കുക. ദെൻ നേരെ നീട്ടുക. ഓക്കെ, വായിൽ വെക്കുക, നേരെ നീട്ടുക. അപ്പൊ അത്രയാണ് നമ്മുടെ സ്റ്റെപ്സ്. നമുക്കിനി ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ ഒന്ന് കളിച്ചു നോക്കാം. ഞാൻ കൗണ്ട് ചെയ്യുന്നേക്കാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് വന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പം ഞാൻ പാട്ടൊന്ന് മൂളാം. പാട്ടിക്ക് പാടാൻ അറിയില്ല, എന്നാലും അതിൻ്റെ ഏകദേശം ഒരു 2. വലിയ കാര്യമായിട്ട് പാട്ട് അറിയില്ല, ഒന്ന് കോളായാലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മുടെ സ്റ്റെപ്സ് ഒന്ന് കറക്റ്റ് ആക്കി എടുക്കാൻ. ഓക്കെ, പിങ്കി അപ്പ്, pinky up, pinky 1 3 2 3 2 1 go. അപ്പൊ ഇത്രയാണ് നമ്മുടെ ട്യൂട്ടോറിയൽ. ഇനി നമുക്ക് പല പല സ്പീഡിലായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് നമുക്കെല്ലാം സെറ്റാക്കി എടുക്കാം.
സോ അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മറക്കണ്ട, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ഇനി നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ ബൈ.